വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ പുതുയുഗത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ടുവേർഡ്സ് ന്യൂ ഇറ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അത് കാണാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ദയവായിട്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുവാനായി ശ്രമിക്കുക. ആ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രധാനമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചാണ്. അതൊരു വിവേകാനന്ദ സ്വാമികൾ വരെയുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് അതിന് ശേഷമുള്ള പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മതപരമായും ഭാഷാപരമായും പ്രാദേശികവുമായിട്ടുള്ള വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്? മതപരമായും ഭാഷാപരമായും പ്രാദേശികപരമായും ഉള്ള വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ബോധമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ദേശീയത എന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിൽ ദേശീയ ബോധം വളർന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായും സാമൂഹ്യമായുമുള്ള ചൂഷണങ്ങളെല്ലാം ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം വളർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുകയും അങ്ങനെ ഉണ്ടായി വന്ന ദേശീയ ബോധം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടുന്നതിനായിട്ടുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു എന്തിനെ ആക്സിലറേറ്റ് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത്? ഇന്ത്യൻ നാഷണലിസത്തിനെ ആക്സിലറേറ്റ് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഈ ഒരു ആക്സിലറേഷനാണ് എന്തിലേക്ക് വഴിവെച്ചത്? ഇറ്റ് റിസൾട്ടഡ് ടു ഫ്രീഡം മൂവ്മെൻറ്റ് ഫ്രിമങ് ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരങ്ങളും നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്കം കൂട്ടിയതെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ദേശീയതയുടെ വളർച്ചയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധമുണ്ടാകുന്നു, ദേശീയമായിട്ടുള്ള ഒരു ഉണർവുണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ദേശീയ ബോധത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായി വരുന്നത്? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊള്ളുന്നു. അപ്പോൾ റീജിയണൽ അസോസിയേഷൻസ് ഇവിടെ വരികയാണ്. ഇന്ത്യയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ റീജിയണൽ അസോസിയേഷൻസ് സെറ്റപ്പ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള പ്രാദേശിക സംഘടനകൾ അല്ലെങ്കിൽ റീജിയണൽ അസോസിയേഷൻസ് നമുക്ക് നോക്കാം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവയാണ് അവയിൽ ചിലത്. അപ്പോൾ ഇത്തരത്തിൽ എന്തുണ്ടായി വരുന്നു? ഇന്ത്യയുടെ പല ഭാഗത്തും പ്രാദേശികങ്ങളായിട്ടുള്ള സംഘടനകൾ ഈ ഒരു കാലയളവിൽ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശിക സംഘടനകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ തന്നെ പൂനെ സാർവജനിക് സഭ, അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ തുടങ്ങിയ പ്രാദേശിക സംഘടനകൾ ഈ ഒരു കാലയളവിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ ദേശീയതയുടെ ഫലമായിട്ട് വിവിധ പ്രാദേശിക സംഘടനകൾ അല്ലെങ്കിൽ റീജിയണൽ അസോസിയേഷൻസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തുണ്ടായിരുന്നില്ല? ഒരു രാജ്യത്തെ മുഴുവനായിട്ട് അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രാദേശിക സംഘടനകൾ അല്ലാതെ ദേശീയ തലത്തിൽ ഒരു സംഘടന ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ ഫോം ചെയ്യേണ്ടതിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് ആര് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആര് ഫിഗർ ഔട്ട് ചെയ്യുകയാണ്? ഫ്രീഡം മൂവ്മെൻറ്റ്സിലുള്ള ആക്ടിവിസ്റ്റുകളും അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റുകളും ഫിഗർ ഔട്ട് ചെയ്യുകയും അതിൻ്റെ ഔട്ടുമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് 1885 എന്ത് രൂപം കൊള്ളുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC രൂപപ്പെടുന്നത്. അപ്പോൾ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത് ഏത് വർഷമാണ്? 1885, അതായത് 1885 എന്ത് ഫോം ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുന്നത്. അപ്പോൾ INC രൂപപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരുന്നു? ദേശീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് എന്തിലേക്ക് വഴിവെച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INCയുടെ രൂപപ്പെടലിലേക്ക് വഴിവെച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അങ്ങനെ 1885 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INCയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിന് അധ്യക്ഷനായതെന്ന് പറയുന്നത് WC ബാനർജിയും അവരെ വിളിച്ചു ചേർത്തതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അലൻ ഒക്ടോവിയർ ഹ്യൂം ഓർ AO ഹ്യൂമുമായിരുന്നു. അപ്പോൾ WC ബാനർജിയുടെയും AO ഹ്യൂമിൻ്റെയും നേതൃത്വത്തിലായിരുന്നു 1885 എന്ത് സംഭവിക്കുന്നത്? INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത്.
അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത് ഏത് വർഷമാണ്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത്. അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ AO ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടോവിയോ ഹ്യൂമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ രൂപപ്പെട്ട INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് INC എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. അപ്പോൾ ഒന്നാമത്തെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്തുണ്ടാക്കിയെടുക്കുക? സൗഹൃദ ബോധം വളർത്തിയെടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് ആരുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിരുന്നു? INCയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തിയെടുക്കുക. ഇപ്പോൾ ദേശീയ ബോധം വളർത്തിയെടുക്കേണ്ടത് എന്തിനതീതമായിട്ടാണ്? ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധത്തെ വളർത്തിയെടുക്കുക. ആദ്യം പറഞ്ഞ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്തുകൊണ്ടുക? സൗഹൃദ ബോധം വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത് നമ്മൾ പറഞ്ഞ ലക്ഷ്യം എന്തായിരുന്നു? ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ദേശീയ ബോധത്തെ വളർത്തിയെടുക്കുക. അടുത്ത മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. അപ്പോൾ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. അപ്പോൾ അതുവരെ അൺഓർഗനൈസ്ഡ് ആയിട്ട് വളരെ റിമോട്ട് ആയിട്ട് മാത്രമുണ്ടായിരുന്ന ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റ്സിന് ഒരു ഓർഗനൈസ്ഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ഫോം അല്ലെങ്കിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സ്വഭാവം കൈവരുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത അല്ലെങ്കിൽ കാരണമെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമായിരുന്നു. അപ്പോൾ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടിയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് എന്ത് കൈവന്നത്? ഒരു സംഘടിത സ്വഭാവം കൈവന്നത്. അപ്പോൾ ഈ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ പ്രധാനമായി നമുക്ക് മൂന്നായി തരംതിരിക്കാം. അപ്പോൾ ഈ ഒരു സമര രീതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ പ്രസ്ഥാനത്തെ എത്രയായി തരംതിരിക്കാൻ സാധിക്കുക? മൂന്നായി തരംതിരിക്കാൻ സാധിക്കുക. ഒന്ന് മിതവാദി ദേശീയത, രണ്ട് തീവ്രവാദി ദേശീയത, അതുപോലെ തന്നെ ഗാന്ധിയൻ കാലഘട്ടം. നമ്മൾ പറഞ്ഞ എന്താണ്? സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ നമുക്ക് എത്രയായി തരംതിരിക്കാം? മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയായിട്ടാണ് നമുക്ക് തരംതിരിക്കാനാവുക? ഒന്ന് മിതവാദി ദേശീയത, രണ്ട് തീവ്രവാദി ദേശീയത, മൂന്ന് ഗാന്ധിയൻ കാലഘട്ടം. ഇപ്പം മിതവാദിയുണ്ട്, തീവ്രവാദികളുണ്ട്, അതോടൊപ്പം തന്നെ ഗാന്ധിയൻ കാലഘട്ടവും ഉണ്ട്. നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ഗാന്ധിയൻ കാലഘട്ടത്തെ പറ്റി പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് മിതവാദികളെയും തീവ്രവാദികളെയും പറ്റിയ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു മിതവാദി ദേശീയത. ഇപ്പം മിതവാദി ദേശീയത എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം 1885, അതായത് നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്ന 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് ഏത് കാലഘട്ടമെന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? മിതവാദികളുടെ കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ മോഡറേറ്റ്സും ഉണ്ട്, എക്സ്ട്രീമിസ്റ്റുകളും ഉണ്ട്. മോഡറേറ്റ്സ് എന്ന് പറയുന്നത് മിതവാദികൾ, എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുന്നത് ആരാണ്? തീവ്രവാദികൾ. അപ്പോൾ ഈ ഒരു മോഡറേറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 to 1905, 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദികളുടെ കാലഘട്ടം അല്ലെങ്കിൽ മിതവാദി ദേശീയതയുടെ കാലഘട്ടം എന്ന് നമുക്ക് പറയുവാനായി സാധിക്കും. ഈ മിതവാദികളുടെ ഒരു സവിശേഷത എന്താണെന്ന് നോക്കിയാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അപ്പോൾ ഈ ഒരു മോഡറേറ്റ്സിൻ്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മിതവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നവർ എന്ത് നേടിയവരായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ ആയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടുള്ള മിതവാദി നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട മിതവാദി നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ മിതവാദി നേതാക്കൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരായിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? മോഡറേറ്റ്സിനുണ്ടായിരുന്നത് അല്ലെങ്കിൽ മിതവാദികൾക്കുണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു ഈ മിതവാദികളിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നോക്കിയാൽ, നേതാക്കളെന്ന് നോക്കിയാൽ നമുക്ക് അറിയാം ആരൊക്കെയാണ്? ദാദാഭായ് നവറോജിയുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്, ബദറുദ്ദീൻ തിയാബ്ജിയുണ്ട്, ഫിറോസ് ഷാ മേത്തയുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരാണ് ഏതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ?
ഈ മിതവാദി ദേശീയതയുടെ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഈ മിതവാദി ദേശീയതയിലെ ഈ നേതാക്കൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നോക്കിയാൽ അവർ പ്രമേയങ്ങളിലൂടെയും പരാതികളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയുമാണ് പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ശ്രമിച്ചത്. അപ്പോൾ റെസൊല്യൂഷൻസ് പാസ്സാക്കിയും കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്തിട്ടുമായിരുന്നു ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ഇന്ത്യയുടെ ഗ്രീവൻസസ് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചത്? മോഡറേറ്റ്സ് ശ്രമിച്ചത്. അതായത് പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെയാണ് ഈ മിതവാദികൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ആരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്? ബ്രിട്ടീഷുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇത് വളരെ മോഡറേറ്റ് വേ ആണ്, അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള മാർഗങ്ങളായിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? ഈ മോഡറേറ്റുകൾ സ്വീകരിച്ചിരുന്നത്. വളരെ കലുഷിതമായിട്ടുള്ളതോ സായുധമായിട്ടുള്ളതോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരുന്നില്ല മോഡറേറ്റ്സിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്തിന് വലിയ ശ്രദ്ധ നൽകിയിരുന്നില്ല? ഈ മിതവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് വലിയ ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്നാൽ ഈ മിതവാദികളുടെ പ്രധാനമായിട്ടുള്ള സംഭാവന നമ്മൾ പരിശോധിച്ചാൽ ഇവർ നടത്തിയ പഠനങ്ങൾ എന്ന് പറയുന്നത്, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണ് എന്ന് ആര് പഠിക്കുകയുണ്ടായി? ഈ മിതവാദികൾ പഠിക്കുകയുണ്ടായി. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന തിയറിയൊക്കെ ഇതിന് ഉദാഹരണമാണ്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി ഇന്ത്യയെ ചൂഷണം ചെയ്തത്, അല്ലെങ്കിൽ ഇക്കണോമിക്കലി എങ്ങനെയാണ് ബ്രിട്ടൻ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് എന്നൊക്കെ കുറിച്ചാണ് അദ്ദേഹം ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി മുൻകൈ എടുത്തുള്ള ഒരു ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്, ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ ചോർച്ചാ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മിതവാദികൾ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ള അടിത്തറ നൽകിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ഏടാണ്. അതാണ് ബംഗാൾ വിഭജനം. 1905 കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. കിഴക്ക് ഭാഗമെന്നും പടിഞ്ഞാറൻ ഭാഗമെന്നും രണ്ടായിട്ട് ബംഗാളിനെ വിഭജിക്കുന്നു. എന്തിനാണ് ബംഗാളിനെ ഇത്തരത്തിൽ അവർ വിഭജിച്ചതെന്ന് വെച്ചാൽ, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ബംഗാളികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നട്ടെല്ലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇവരെ കിഴക്ക് പടിഞ്ഞാറ്, അതായത് കിഴക്ക് ഭാഗത്ത് കൂടുതലായിട്ട് മുസ്ലിങ്ങളും പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതലായിട്ട് ഹിന്ദുക്കളുമാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗാളികളുടെ ഐക്യം ഇല്ലാതാക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് സുഗമമായിട്ട് ഇന്ത്യയിൽ ഭരിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ബംഗാളിനെ 1905 കഴ്സൺ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തത്? വിഭജിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ബംഗാൾ വിഭജനം നടന്നപ്പോൾ ദേശീയ പത്രങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടുന്ന കവികളുമെല്ലാം ഈ വിഭജനത്തെ എതിർത്തു. അപ്പോൾ ബംഗാൾ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് എതിരെ വോയിസ് റൈസ് ചെയ്തത് ആരൊക്കെയാണ്? നാഷണൽ മീഡിയ, അതോടൊപ്പം തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ്, അതുപോലെ തന്നെ പോയറ്റ്സ് ഇൻക്ലൂഡിംഗ് രവീന്ദ്രനാഥ ടാഗോർ റൈസ് വോയിസ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തിയവരായിരുന്നു നമ്മുടെ ദേശീയ പത്രങ്ങളും സാമൂഹ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടുന്ന കവികളും. അപ്പോൾ ഈ ഒരു വിഭജനം നടന്നപ്പോൾ അത് ജനത്തിന് അനുകൂലമായിരുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ബംഗാൾ വിഭജനം. അപ്പോൾ ഇത്തരത്തിൽ ബംഗാൾ വിഭജനം നടന്നതിന് എതിരായിട്ട് പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നടന്ന പോപ്പുലർ പ്രൊട്ടസ്റ്റുകളുടെ ആ ഒരു ഓപ്പറാൻഡി അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ആ ഓപ്പറേഷൻസ് നടന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ അവരെന്ത് ഓർഗനൈസ് ചെയ്തു? പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ് അവർ ഓർഗനൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളെ ഉപരോധിച്ചു. ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് ദേ ക്ലോസ് ദ ഷോപ്സ് ദാറ്റ് ഈസ് സെല്ലിംഗ് ഫോറിൻ ഐറ്റംസ്. അപ്പോൾ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളെ അവർ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങളെ അവർ തീയിട്ട് നശിപ്പിച്ചു. ദേ പബ്ലിക്കലി ബേൺ ദ ഫോറിൻ മെയ്ഡ് ക്ലോത്ത്സ്. അപ്പോൾ വിദേശ വസ്ത്രങ്ങളെ അവർ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനായിട്ട് അവർ പ്രേരിപ്പിച്ചു. ദേ പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഇൻഡിജനസ് പ്രോഡക്ട്സ്. അപ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനായിട്ട് അവർ പ്രേരിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്തൊക്കെ ഓർഗനൈസ് ചെയ്തു? ദേ ഓർഗനൈസ് പബ്ലിക് മീറ്റിംഗ് ആൻഡ് ഓൾസോ ഡെമോൺസ്ട്രേഷൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ പ്രധാനമായിട്ട് ബംഗാൾ വിഭജനത്തിന് എതിരായിട്ട് നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രതിഷേധ യോഗങ്ങൾ അവർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളെ അവർ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങളെ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനായിട്ട് അവർ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലാണ് ബംഗാൾ വിഭജനത്തിന് എതിരായിട്ട് പൊതുജനം എന്ത് ചെയ്തത്? പ്രതികരിച്ചത്. അപ്പോൾ 1905 ബംഗാൾ വിഭജനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു 1905 നടന്ന ബംഗാൾ വിഭജനം കഴിഞ്ഞിട്ട് 1907 സൂററ്റിൽ വെച്ച്
കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നു. ആനുവൽ സെഷൻ ഓഫ് കോൺഗ്രസ് നടന്നത് സൂറത്തിൽ വെച്ചിട്ടായിരുന്നു 1907. ഈ ഒരു സൂററ്റ് സെഷൻ ഓഫ് കോൺഗ്രസിൽ വെച്ചിട്ടാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ആ ഒരു ഭിന്നിപ്പ് വളരെ വലുതാകുന്നതും അവർ ഒരുമിച്ച് പ്രവർത്തിക്കില്ല എന്ന രീതിയിൽ തീരുമാനമെടുക്കുന്നതും 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇതിനെ സൂററ്റ് വിഭജനം അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് ഏത് വർഷമാണ്? 1907. അപ്പോൾ ഈ സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് വിഭജനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സൂററ്റ് വിഭജനം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1907 കോൺഗ്രസിൻ്റെ സൂററ്റ് സെഷനിൽ നടന്ന സമ്മേളനം, അതായത് സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സൂററ്റ് വിഭജനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ 1916 ലക്നൌവിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടുകയും, അതായത് പാക്ട് ഓഫ് ലക്നൗ അല്ലെങ്കിൽ ലക്നൗ സന്ധിയിൽ വെച്ചിട്ട് 1916 മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒരുമിച്ച് ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു. 1907 എന്ത് ചെയ്തു? 1907 സൂററ്റിൽ വെച്ചിട്ട് നടന്ന ആ ഒരു സമ്മേളനത്തിൽ അവർ തമ്മിൽ പിരിഞ്ഞു. 1916 ആ ഒരു ലക്നൗ സന്ധിയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ വീണ്ടും എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്നു. അപ്പോൾ ഇത്തരത്തിൽ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഒരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. അതായത് എക്സ്ട്രീമിസ്റ്റുകളുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു ബംഗാൾ സ്പ്ലിറ്റിന് ശേഷം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടമാണ്. ഈ ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? എക്സ്ട്രീമിസ്റ്റുകളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ കാലഘട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഈ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളുമാണ് ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഒരു ഘട്ടത്തിലേക്ക് നയിച്ചത്. അതായത് സായുധമായിട്ടുള്ള സമരങ്ങളിലേക്ക് വഴിവെച്ചത് ഈ ഒരു ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ തുടങ്ങിയവരായിരുന്നു തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. നമ്മൾ മിതവാദികളുടെ നേതാക്കളെ കണ്ടു. ബദറുദ്ദീൻ തിയാബ്ജി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ദാദാഭായ് നവറോജി ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ടായിരുന്നു, ഫിറോസ് ഷാ മേത്ത ഉണ്ടായിരുന്നു. എന്നാൽ തീവ്രവാദികളുടെ നേതാക്കളായി പ്രധാനപ്പെട്ടത് ആരൊക്കെയാണ്? ഒന്ന് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകൻ. ഇവരെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലാൽ പാൽ ബാൽ ട്രയോ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ലാലാ ലജ്പത് റായ് ലാൽ, ബിപിൻ ചന്ദ്രപാൽ പാൽ, ബാലഗംഗാധർ തിലകൻ ബാൽ. ലാൽ പാൽ ബാൽ എന്ന പേരിലാണ് ആരെ അറിയപ്പെട്ടിരുന്നത്? ഈ തീവ്രവാദികളുടെ നേതാക്കളെ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകനായിരുന്നു. ഈ ബാലഗംഗാധര തിലകനെ ലോക്മാന്യ അല്ലെങ്കിൽ ലോകമാന്യ എന്ന പേരിലാണ് ജനങ്ങളെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്തിരുന്നത്. അപ്പോൾ ലോകമാന്യ എന്ന പേരിൽ വിളിച്ചിരുന്ന നേതാവ് ആരായിരുന്നു? ജനങ്ങൾ ലോകമാന്യ എന്ന പേരിൽ വിളിച്ചിരുന്നത് ബാലഗംഗാധര തിലകനെ ആയിരുന്നു. അപ്പോൾ ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെട്ട ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച 2 പത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ പത്രങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് മറാത്തയും മറ്റൊന്ന് കേസരിയുമായിരുന്നു. ഇപ്പോൾ കേസരി, മറാത്ത എന്നീ 2 പത്രങ്ങൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. ബാലഗംഗാധര തിലകനെയാണ് ജനങ്ങളെ എന്ത് പേരിൽ വിളിച്ചത്? ലോക്മാന്യ എന്ന പേരിൽ വിളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ട്. അത് നമ്മൾ പണ്ടേ മുതൽ കേൾക്കുവരുന്നതാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ള പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. അതായത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നുള്ള ബാലഗംഗാധര തിലകൻ്റെ ആ പ്രഖ്യാപനമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ കണ്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളെയും തീവ്രവാദികളെയും മോഡറേറ്റ്സിനെയും എക്സ്ട്രീമിസ്റ്റുകളെയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതേ കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ അസോസിയേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു. ഇപ്പോൾ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ബംഗാൾ വിഭജനത്തിന് നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ്. 1906 ധാക്കയിലാണ് ഈ ഒരു സംഘടന രൂപപ്പെടുന്നത്. ആഗാ ഖാനും സലീമുള്ള ഖാനുമാണ് ഏത് രൂപീകരിക്കുന്നത്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. അപ്പോൾ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത് ആരൊക്കെയാണ്? ആഗാ ഖാനും സലീമുള്ള ഖാനുമാണ് അത് സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ്? 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് അവർ സ്ഥാപിക്കുന്നത്.
അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഓട്ടോണമി നൽകണം അല്ലെങ്കിൽ സ്വയം അധികാരങ്ങൾ നൽകണം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം. ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് ആനി ബെസൻ്റ് ആയിരുന്നു. ആനി ബെസൻ്റ് എന്ന് പറയുന്നത് അയർലൻഡുകാരിയായിട്ടുള്ളൊരു വനിതയായിരുന്നു. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആകൃഷ്ടയായിട്ട് പിന്നീട് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയാണ് ചെയ്തത് ആനി ബെസൻ്റും അതോടൊപ്പം തന്നെ ബാലഗംഗാധര തിലകനുമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി ചർച്ച ചെയ്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞത് ദേശീയ ബോധം എങ്ങനെയാണ് വളർന്നു വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മതപരവും ഭാഷാപരവും പ്രാദേശികപരവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ദേശീയത എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നതിൻ്റെ രീതികൾ നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി വന്ന പ്രാദേശിക സംഘടനകളും അതോടൊപ്പം ദേശീയ തലത്തിൽ വന്ന സംഘടനകളെ പറ്റി നമ്മൾ കണ്ടു. INC രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ INCയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മിതവാദികളെയും തീവ്രവാദികളെയും പറ്റി പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ സൂററ്റ് വിഭജനവും ലക്നൌവിൽ ഉണ്ടായിരുന്ന ഒരു സന്ധിയെയും പറ്റി പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെയും ഹോം റൂളിനെയും പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.